ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്മിൻ പാനൽ വരുന്നത്. ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് പാനൽ വരുന്നത്. ക്ലയൻറ്റ് പാനൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ മെയിൻ സെലക്ടിൽ സ്പെയർ 1 സ്പെയർ ടെസ്റ്റ്, അതായത് ടെസ്റ്റ് ആയിട്ടുള്ള സ്പെയർ കൊടുത്തിരിക്കുകയാണ്. അത് 1 ഡേ ലെഫ്റ്റിൽ 22 ലെഫ്റ്റ് 6 ഡേ ലേറ്റ്, അതായത് ഡേറ്റ് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞു. അപ്പോൾ അവരുടെ പേരിലുള്ള ഒരു ഡിവൈസ് മെഷീൻ എന്ന് പറയുന്നത് ഇതാണ്. ആ മെഷീനിലെ അണ്ടറിലാണ് 1 2 3 4 സ്പെയർ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ഇത് മെയിൻ്റെനൻസ് ഹിസ്റ്ററിയിൽ ഇതിപ്പോൾ സ്പെയർ എന്നുള്ള സാധനം മൺഡേ ലെഫ്റ്റ് ഇന്നിപ്പോൾ അവർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എന്ത് ചെയ്തിരിക്കണോ, റീപ്ലേ ഇങ്ങനെ കൊടുക്കാം. മാർക്ക് റീപ്ലേസ് കൊടുത്തു. ആരപ്പോൾ മാറ്റണം എന്നുള്ള വെച്ചാൽ ആഷിഫ് തന്നെ കൊടുക്കാം. മാറ്റി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് സബ്മിറ്റഡ് ബൈ സർവീസ് ബൈ ആഷിഫ് അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പേജിൽ നിന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ സ്പെയർ ഓവർ ഡ്യൂ അപ്രൂവൽ നീട്ടഡ് കാണിക്കും. എ ബി സി ക്ലൈൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അവൈറ്റും അപ്രൂവലിന് മാത്രമേ ഉള്ളത് മൊത്തം ഇവിടെ ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ ആ യൂസറിൽ ഞാൻ സർവീസ്ഡ് ബൈ എ കൊടുത്തു, പിന്നെ സർവീസ്ഡ് ബൈ ആഷിഫ് കൊടുത്തു. അപ്പോൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ആഷിഫിന് കൊടുത്തിട്ട് അപ്രൂവ് കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് അവൈറ്റ് എന്നുള്ളത് ഓളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓളായി. ഇതിപ്പോൾ 45 ഡേയ്സ് 1 ഡേ 22 2 ഡേയ്സ് ഇതങ്ങനെ എല്ലാതും അവിടെ കിടക്കുന്നുണ്ടാവും അവർ യൂസറിൽ. ഡാഷ്ബോർഡിൽ ഇത് അപ്രൂവ് പെൻഡിങ് എന്നാണ്. അതൊരു യൂസർ ക്രിയേറ്റ് ആക്കി ആ ഡീറ്റെയിൽസ് വന്നു. രജിസ്റ്റർ ചെയ്തത് 7-ാം തീയതിയാണ് രജിസ്റ്റർ ചെയ്തത്. അയാൾക്ക് വന്നു അസൈൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അസൈൻ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ABB എന്നുള്ളതിൽ ആ പ്രൊഡക്റ്റ് ലിസ്റ്റായി വരും. ABB എന്നുള്ള ഈ നോഡ് 1 എന്നുള്ള ഒരു പ്രൊഡക്റ്റാന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇത് ഡീഡ് എന്നുള്ളത് അതിൻ്റെ സ്പെയറാണ്. സ്പെയറിൻ്റെ പേര് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അങ്ങനെ സ്പെയർ കൊടുത്തു. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ കിടക്കും. അതിപ്പോൾ എത്ര ദിവസം, 30 ദിവസം പെൻഡിങ് അത് കിടക്കണ്ടാവും. പിന്നെ 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 ഓക്കെ, നമ്മൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്രൂവ് കൊടുത്തു 2 ദിവസം 2 ഡേയ്സ് സാധനം 2 ദിവസത്തിൽ എക്സ്പയർ ആവും. അപ്പോൾ 2 ദിവസത്തിൽ എക്സ്പയർ ആയി കഴിഞ്ഞാൽ അതിപ്പോൾ തന്നെ 2 ദിവസത്തിലായതുകൊണ്ട് ഇപ്പോൾ തന്നെ മണി കാണിച്ചു. ഇത് എന്ന് പറഞ്ഞാൽ ഇത് ക്ലയൻറ്റിൻ്റെ അഡ്മിൻ പാനൽ അവരുടെ ഡിവൈസുകൾ മൊത്തം ലിസ്റ്റ് ആവും. ഇതിപ്പോൾ ഈ ഡിവൈസ് ഇത് GIOS എന്നുള്ള ഒരു ഡിവൈസിന് പേര് കൊടുത്തു, അതിൻ്റെ സ്പെയർ ഇത് മാത്രം കൊടുത്തു. ഇനി അഡീഷണൽ അവർക്ക് ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ABC ഉള്ള യൂസർ അല്ലേ, ലെഫ്റ്റ് സൈഡിൽ അസൈൻ കളനിൽ പോയിക്കുക, ABC ക്ലയൻസ് എടുക്കുക, ആഡ് പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റ് ഇത് GIOS ഓൾറെഡി ആയതുകൊണ്ട് ടെസ്റ്റുള്ള പ്രൊഡക്റ്റ് കൊടുത്ത് ആഡ് പ്രൊഡക്റ്റ് കൊടുത്തു. ടെസ്റ്റുള്ള പ്രൊഡക്റ്റ് അവിടെ ആഡായി. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും കൂടി സ്പെയർ നമുക്ക് ഇവിടെ ആഡ് ആവും. അപ്പോൾ ഫസ്റ്റ് തന്നെ 2 പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ടെസ്റ്റ് സ്പെയർ GIOS എന്നുള്ളത് അതിൻ്റെ നമ്മൾ മെഷീൻ്റെ പേരാണെന്ന് വിചാരിച്ചാൽ മതി. GIOS എന്നുള്ള സ്പെയറിൻ്റെ പേര്, ഇത് ആ മെഷീൻ്റെ പേര്, സ്പെയറിൻ്റെ പേര്, മെഷീൻ്റെ പേര്. ഓപ്പൺ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാത്രമായിട്ട് ആ പ്രൊഡക്റ്റിൽ ഏതൊക്കെയുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു, ഞാൻ നോക്കണില്ല. പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇവിടെ നോട്ടിഫിക്കേഷൻ മൊത്തം വരും. ക്ലയൻറ്റ് ഡൂ സൂൺ എന്നുള്ളത് മൊത്തം വരും. ആൻഡ് ഓക്കെ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യണത് ഇവിടെയാണ് വരിക. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തു, ആ പ്രൊഡക്റ്റിൻ്റെ പേര്, ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഫോട്ടോ കൊടുക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ സ്പേസ് പാർട്സ് ഏതാണെന്നുള്ളത് വെച്ചാൽ അത് മൊത്തം ആഡ് ചെയ്തിടുക. അതിപ്പോൾ ഫിൽട്ടർ കൊടുത്തു,
വേറെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ കൊടുത്തു. സേവ് അപ്ഡേറ്റ് കൊടുത്തു. അതേപോലെ ഇതിനും അങ്ങനെ കൊടുത്തു. ഇതിൻ്റെ പ്രൊഡക്റ്റും ഇതുവരെ കൊടുത്തു. ഇത് ഒരു ലൂപ്പായിട്ട് അതൊക്കെ കണ്ടാൽ മതി. ആ പ്രൊഡക്റ്റ് ആരൊക്കെ നമുക്ക് ആഡ് ചെയ്യണോ അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ എക്സ്പയർ ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആവും. അതപ്പോൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ യൂസർ ക്രിയേറ്റ് ചെയ്യണത് ABS എന്നുള്ളത് ലോഗൗട്ട് കൊടുത്തു. ലോഗൗട്ട് ഇവിടെ അടിയിൽ സൈനപ്പ് എന്നുള്ളതുണ്ടാവും. കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ക്ലൈൻറ്റ് gmail.com 1 2 3 test at 1 2 3 test at 1 2 3 phone create account കൊടുത്തു. ഇമെയിൽ ഓൾറെഡി ഇൻ യൂസ്, മൊബൈൽ നമ്പർ ഓൾറെഡി യൂസ്. ഇമെയിൽ എന്നുള്ളത് A12 test at 1 2 3 test at 1 2 3. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ആ ക്ലൈൻ്റ് എന്നുള്ള അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ കഴിഞ്ഞാൽ അതിലേക്ക് പ്രൊഡക്റ്റുകളൊന്നുമില്ല. അത് നമുക്ക് നമ്മളെ പാനൽ വന്നു കഴിഞ്ഞാൽ പെൻഡിങ് അപ്രൂവലിൽ അങ്ങനത്തെ ഒരാളുണ്ട് നമ്മൾ വന്നതെന്ന് കാണിക്കുക. അസൈൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഏകദേശം അത് ചെയ്യുക. അല്ലാതെ പ്രൊഡക്റ്റ് ഇല്ല വെച്ചെങ്കിൽ അതാവത്തെ കാണുന്നുള്ളൂ. പ്രൊഡക്റ്റ് വെച്ചില്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ പ്രോഡക്റ്റ്. ഏതാ മിഷീൻ്റെ പേര് അറിയാം? വാട്ടർ ഓക്കെ, ഇത് പേരെന്താ? പേരില്ലേ? വെഡിങ് സ്പെഷ്യൽ സ്കൈലാൻഡ് എടുത്തു. കോപ്പി ഇമേജസ് കൊടുത്തു. സ്കൈലാൻഡ് ഓപ്ഷൻ നോക്കാം. RO plus UV plus U of TDS. അത് ഡിസ്ക്രിപ്ഷൻ കാണുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സ്കൈലാൻഡ് filtering എന്താ? filtering unwanted unknown എന്താ കൊടുത്തു? എൻ്റെ അടുത്തൊന്നൊക്കെ മനസ്സിലായില്ല. എന്നാലും കുഴപ്പമില്ല, പോട്ടെ.
അതിൽ സ്പെയർ നെയിം യു വി ഫിൽറ്റർ എന്ന് കൊടുക്കാം. യു വി ഫിൽറ്റർ മന്ത്ലി കൊടുത്തു. അവിടെ അതിനകത്ത് കാർബൺ ഫിൽറ്റർ ഉണ്ടാവും. കാർബൺ ഫിൽറ്റർ ഇതൊരു 6 month കൊടുത്തു. ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് 1 day ഒന്നും കൊടുക്കണ്ട, സേവ് കൊടുത്തു. ഓക്കെ, 2 അക്കൗണ്ടിലൊന്നോ അസൈൻ പ്രോഡക്റ്റ് കൊടുത്തു. നമ്മൾ പുതിയ ഉണ്ടാക്കിയ സ്കൈലാൻഡ് പ്രോഡക്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത യൂസർ ഏതാ, യൂസറിൻ്റെ പേര് എന്നുള്ളത് ഇവിടെയാണ്. യൂസറിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ടെസ്റ്റ് എന്നുള്ള യൂസർ ഒരു സാധനം, പിന്നെ യു വി ഫിറ്റ് എന്നുള്ളത് 30 ദിവസം വന്നു. ഓക്കെ, അതിൽ ടെസ്റ്റ് എന്നുള്ളത് പിന്നെ 1 day. ഓക്കെ, 1 day എന്നുള്ളത് മാർക്കസ് റിപ്ലേസ് കൊടുത്തു. തിരിച്ചിട്ടു സബ്മിറ്റ് കൺഫർമേഷൻ. ഓക്കെ, സർവീസ് കൊടുത്തു. അത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്രൂവൽ നീഡഡ്, അപ്രൂവ് റെസ്റ്റോർ. ഓക്കെ, അത് അപ്രൂവ് ആയി. ഇതാണ് അതിൻ്റെ ബേസിക്. ഇതിപ്പോൾ അതിൻ്റെ വർക്ക് ഫ്ലോ വരുന്നത്. അക്കൗണ്ട് ക്രിയേഷനും കാണിച്ചു, നമ്മൾ അസൈൻ ചെയ്യണ പ്രൊഡക്റ്റും കാണിച്ചു, ഇത് കാണിച്ചു. ഇത് പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ ഇവിടെ ഡൂ ഉള്ളതും ഔട്ട്ഡോ ഉള്ളതും കാണിക്കും. 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കും. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിക്കണതാണ്. 90 ദിവസമുള്ളത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ 90 ദിവസമുള്ളത് കാണിക്കും. എന്താ അതങ്ങനെ പോയി പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യുക. പിന്നെ റിപ്പോർട്ടിനുള്ളിൽ ടോട്ടൽ പാർട്സ് സോൾഡ് ബൈ റേഞ്ച്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ഉണ്ട്. ഇവിടെ ഫ്രണ്ട് 2 വെച്ചിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെ എത്ര പ്രൊഡക്റ്റ് സെയിലായി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ സെയിലായ പ്രൊഡക്റ്റുകളുടെ പേര് ഏതാ മെഷീൻ എന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ചെറിയ റിപ്പോർട്ട് മാത്രം. ഇതിലിപ്പോൾ അടുത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്,